വെൽക്കം ബാക്ക് ടു വി വ്ളോഗ്സ്. അപ്പോൾ വി വ്ളോഗ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സോ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു ഹ്യൂജ് മീഷോ ബാഗ് ഹോളോ ആയിട്ടാണ്. തമ്മിൽ കണ്ടപ്പം ഓൾറെഡി മനസ്സിലായിട്ടുണ്ടാവും ഇത്രയും ബാഗ്സ് ഉണ്ട് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ റിവ്യൂ ആണ് ഇന്ന് ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത്. കോളേജ് ഗോയിങ് സ്റ്റുഡൻസിനും ഓഫീസ് ഗോയിങ് ഗേൾസിനും വിമൻസിനും ഒക്കെ ഭയങ്കര ഹെൽപ്ഫുൾ ആയിട്ടുള്ള വീഡിയോ ആയിരിക്കും. സോ മിസ് ചെയ്യാതെ അവസാനം വരെ കാണുക. അതിന് മുൻപായിട്ട് നമ്മുടെ ചാനൽ ആരെങ്കിലും പുതിയതായിട്ട് കാണുന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ചാനലൊക്കെ കണ്ട് ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്താൽ മതി. അതേപോലെ തന്നെ ആ കുഞ്ഞു ബെല്ലൈക്കണും കൂടെ ഒന്ന് ഇനേബിൾ ചെയ്ത് വെച്ചേക്കാം കേട്ടോ. എന്നാൽ മാത്രമേ നമ്മളുടെ പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ ലഭിക്കത്തുള്ളൂ. സോ നമുക്ക് ഡയറക്റ്റ് വീഡിയോയിലേക്ക് പോവാം. ഫസ്റ്റ് ഞാൻ വന്നിട്ടുള്ളത് ഒരു ബ്ലാക്ക് കളർ ബാക്ക് പാക്ക് ബാഗുമായിട്ടാണ്. ഈ ഒരു വീഡിയോ ഈ ഒരു ബാഗ് നമ്മൾ ഓൾറെഡി ബ്ലാക്ക് കളർ ഹോൾ വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. ഈ ഒരു വീഡിയോയിലും ഇൻക്ലൂഡ് ചെയ്യാൻ കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെ പേഴ്സണൽ ഫേവറേറ്റ് ബാഗാണ്, അതുകൊണ്ടാണ്. അപ്പം ആ ഒരു വീഡിയോ കാണാത്ത ആരെങ്കിലും ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ അവർക്ക് ഹെൽപ്ഫുൾ ആവട്ടെ എന്ന് വിചാരിച്ചിട്ട് ചെയ്യുന്നതാണ് കേട്ടോ. ഈ ഒരു ബാഗിൻ്റെ മെയിൻ ഹൈലൈറ്റ് എന്ന് പറയുന്നത് ഡെഫിനറ്റ്ലി ഇതിൻ്റെ റേറ്റ് തന്നെയാണ്. ഞാൻ വാങ്ങിക്കുമ്പോഴുള്ള ഇതിൻ്റെ റേറ്റ് വന്നിട്ട് 314 റുപ്പീസ് ആയിരുന്നു. ഈ ഒരു റേറ്റിന് എക്സ്ട്രാ വേർത്താണ് ബാഗ്. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഒരു ബാഗ് നമ്മളുടെ മീഷോയിൽ ഗോൾഡൻ കാറ്റഗറിയിൽ വരുന്ന ബാഗാണ്. അപ്പോൾ അതിൻ്റെ ഒരു ക്വാളിറ്റി ഇത് എന്തായാലും കാണിക്കുന്നുണ്ട്. ഈ ഒരു ക്ലോത്ത് വന്നിട്ട് അങ്ങനെ വാട്ടർ റെസിസ്റ്റൻസ് ആയിട്ടുള്ള ക്ലോത്ത് അല്ല, വാട്ടർ പ്രൂഫ് അല്ല, പക്ഷേ ഒരു എന്താ പറയുക ഒരു ഗ്ലോസി ഫിനിഷിംഗ് ഉള്ള കൈൻഡ് ഓഫ് മെറ്റീരിയലാണ് ബാഗ് വന്നിട്ടുള്ളത്. സൈഡിൽ ഇങ്ങനെ 2 സിബ് വന്നിട്ടുണ്ട്. ഇത് ഒരുപാട് സ്പേഷ്യസ് അല്ല കേട്ടോ. നമ്മളുടെ ഒരു ഇത്രയും ഇത് വരുന്നുള്ളൂ, അത്രയും അതിന് ആഴം വരുന്നുള്ളൂ. അങ്ങനെ 2 സൈഡിലും 2 സിബ് വന്നിട്ടുണ്ട്. മെയിൻ കമ്പാർട്ട്മെൻറ്റ് ഇതാണ്. ഇതിൽ ഒരുപാട് സ്പേഷ്യസ് ആണ്. നമുക്ക് ഒരുപാട് സാധനങ്ങൾ ഇതിൽ ക്യാരി ചെയ്യാൻ പറ്റും. ബാഗ് കുറച്ച് വലിയ സൈസിലല്ല, ചെറിയൊരു സൈസിലാണ് വന്നിട്ടുള്ളത്. പക്ഷേ ഉള്ള ഈ ഒരു കമ്പാർട്ട്മെൻറ്റ് ഭയങ്കര സ്പേഷ്യസ് ആയിട്ടാണ് വന്നിട്ടുള്ളത്. അതേപോലെ തന്നെ ബാക്കിലൊരു കമ്പാർട്ട്മെൻറ്റ് വരുന്നുണ്ട്. അത് നല്ല ആഴമുള്ള കമ്പാർട്ട്മെൻറ്റാണ്. നമുക്ക് അത്യാവശ്യം സാധനങ്ങളൊക്കെ ഇതിൽ ക്യാരി ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. പിന്നെ സീക്രട്ട് പോക്കറ്റായിട്ട് ഉള്ളിലൊരു കുഞ്ഞു പോക്കറ്റും കൂടെ വന്നിട്ടുണ്ട് കേട്ടോ. നമുക്ക് ക്യാഷോ നമ്മളുടെ കുഞ്ഞു വാലറ്റോ കാര്യങ്ങളൊക്കെ നമുക്ക് ഇതിൽ ഇടാൻ പറ്റും. ഇതിലിപ്പോൾ എൻ്റെ കുഞ്ഞു വാലറ്റ് ഉണ്ട്, ഞാൻ ക്യാരി ചെയ്തുകൊണ്ടിരിക്കുന്ന ബാഗാണ്. അപ്പം അതിനകത്തൊരു കുഞ്ഞു വാലറ്റ് ഇരിപ്പുണ്ട്. അപ്പം അത്രയാണ് ഈ ഒരു ബാഗിൻ്റെ ഫീച്ചേഴ്സ് വന്നിട്ടുള്ളത്. ഈ ഒരു സിബ് കാര്യങ്ങളൊക്കെ കുറച്ചൊരു ക്ലാസി ലുക്ക് ഇതിന് തരാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട് കേട്ടോ. പിന്നെ മെയിനായിട്ട് പറയാനുള്ള സംഭവം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് നമുക്ക് ബാക്ക് പാക്ക് ആയിട്ട് യൂസ് ചെയ്യാം. ഇങ്ങനെ 2 സംഭവങ്ങൾ വന്നിട്ടുണ്ട്, ഹാൻഡിൽസ്. പിന്നെ നമുക്കിത് സൈഡായിട്ടും യൂസ് ചെയ്യാം കേട്ടോ. ഇങ്ങനെ ഒരു ഹാൻഡിൽ വന്നിട്ടുണ്ട്. നമ്മളുടെ ചോയ്സ്, നമുക്ക് വേണ്ട രീതിക്ക് നമുക്കത് യൂസ് ചെയ്യാം. അപ്പോൾ അത്രയും ഫീച്ചേഴ്സൊക്കെയാണ് ഈ ബാഗിന് വന്നിട്ടുള്ളത്. ഇത് നമ്മൾ ഇട്ടിട്ട് പോവുകയാണെങ്കിൽ അടിപൊളി ലുക്കായിരിക്കും കേട്ടോ. എനിക്ക് എൻ്റെ പേഴ്സണൽ ഫേവറേറ്റ് ആയതുകൊണ്ടാണ് ഞാൻ ഈ ഒരു ഹോളിലും കൂടെ ഈ ബാഗ് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ചെക്ക് ചെയ്ത് നോക്കാം. ലിങ്ക് ഞാൻ താഴെ ആഡ് ചെയ്തേക്കാം കേട്ടോ. ഇനി ഞാൻ കാണിക്കുന്നത് വുമൻസിന് വേണ്ടിയിട്ടുള്ള, അതായത് ഇത് ഓഫീസ് യൂസിന് പറ്റിയിട്ടുള്ള ഒരു ഫോർമൽ ടോട്ട് ബാഗാണ്. അപ്പം ഈ ബാഗാണ്. ഈ ഒരു കളറ് എന്താ പറയുക, ഇതിനെന്താ പറയുക, ഒരു ബ്രൗണിഷ് കളറിലാണ് വന്നിട്ടുള്ളത്. ഫ്രണ്ടിൽ ഇങ്ങനെ ഒരു പോക്കറ്റ് വന്നിട്ടുണ്ട്. ഇത് സിപ്പ് ലോക്കർ അല്ല, സിപ്പ് ക്ലോഷർ അല്ല വന്നിട്ടുള്ളത്. ഇങ്ങനൊരു ബട്ടൺസ് ആണ് വന്നിട്ടുള്ളത്. ഉള്ളിൽ 2 മെയിൻ കമ്പാർട്ട്മെൻറ്റ്സ് ആണ് വന്നിട്ടുള്ളത്. അത് സിപ്പ് ക്ലോഷറാണ് വന്നിട്ടുള്ളത്. 2 മെയിൻ കമ്പാർട്ട്മെൻറ്റ്സ് ഉണ്ട്. മോളുടെ ബാക്ക് ബുക്ക് 2 മെയിൻ കമ്പാർട്ട്മെൻറ്റ്സ് വന്നിട്ടുണ്ട്. പിന്നെ വന്നിട്ടൊരു എന്താ പറയുക, നമ്മളുടെ ഒരു കുഞ്ഞു മണി പോക്കറ്റായിട്ട് കുഞ്ഞു പോക്കറ്റാണ് കേട്ടോ. ഇതിൽ നമുക്ക് അത്യാവശ്യം ക്യാഷൊക്കെ ഇട്ട് വെച്ചേക്കാം. പിന്നെ അതേപോലെ തന്നെ ഫ്രണ്ടിൽ വന്ന സെയിം ബാക്കിലും വന്നിട്ടുണ്ട് ഒരു ബട്ടൺ ക്ലോഷർ വന്നിട്ടുള്ള ഒരു കമ്പാർട്ട്മെൻ്റ് ഉണ്ട്. ഇത് നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള കമ്പാർട്ട്മെൻറ്റ്സ് ആണ്. പിന്നെ ഇത് എന്താ പറയുക, ഇവിടെ ഈ ഒരു ഇതിങ്ങനെ ടൈ ചെയ്തിട്ടായിരുന്നു കേട്ടോ ഉണ്ടായിരുന്നത്. ഇവിടെ ഇങ്ങനെ ടൈ ചെയ്തിട്ടാണ് എനിക്ക് പേഴ്സണൽ ഇഷ്ടപ്പെടാത്തത് കൊണ്ട് ഞാൻ അതെടുത്ത് മാറ്റിയെന്നേ ഉള്ളൂ. അപ്പം ഇങ്ങനെയാണ് ഈ ബാഗ് വന്നിട്ടുള്ളത്. ഈ ഒരു ബാഗിൻ്റെ ഫീച്ചർ പറയുകയാണെന്നുണ്ടെങ്കിൽ നല്ല സ്പേഷ്യസ് ആണ്. അത്യാവശ്യം നമുക്ക് ഒരുപാട് ഓഫീസ് യൂസ് ആയതുകൊണ്ട് തന്നെ നമുക്ക് ഒരുപാട് സാധനങ്ങൾ ഇതിൽ ക്യാരി ചെയ്തിട്ട് പോകാൻ വേണ്ടിയിട്ട് പറ്റും. നല്ല സ്പേഷ്യസ് ആയിട്ടുള്ളതാണ്. പിന്നെ സ്ട്രോങ് ആയിട്ടുള്ള ഹാൻഡിൽസ് ആണ് കേട്ടോ വന്നിട്ടുള്ളത്. ഇതിൻ്റെ റേറ്റ് വന്നിട്ട് 353 റുപ്പീസാണ്. ആ ഒരു റേറ്റിന് എക്സ്ട്രാ വർത്താണ്. കാരണം നല്ല മെറ്റീരിയലാണ്, നല്ല ക്ലാസി ലുക്ക് ഉണ്ട്. അതേപോലെ തന്നെ എന്താ പറയുക, നല്ല ക്വാളിറ്റി ഉള്ളൊരു കൈൻഡ് ഓഫ് ബാഗാണ്. നമുക്ക് ഈ ഒരു റേറ്റിന് കിട്ടുമ്പം കാണുമ്പം ഒരു ഇത് തോന്നുന്ന
അങ്ങനത്തെ ഒന്നല്ല, അടിപൊളി ക്വാളിറ്റിയിലാണ് വന്നിട്ടുള്ളത്. നല്ല സ്പേഷ്യസും ആണ്. പറയുകയാണെന്നുണ്ടെങ്കിൽ കുഞ്ഞു കമ്പാർട്ട്മെൻ്റ് അടക്കം 5 പോക്കറ്റ്സ് വന്നിട്ടുണ്ട്. അപ്പോൾ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ മസ്റ്റായിട്ട് ഓഫീസ് ഗോയിങ് വുമൻസിനായിരിക്കും കൂടുതൽ ഹെൽപ്ഫുൾ ആയിട്ടുള്ളത്. അങ്ങനെ ഒരു ഫോർമൽ കൈൻഡ് ഓഫ് ബാഗാണിത്. അപ്പോൾ വേണമെന്നുണ്ടെങ്കിൽ എന്തായാലും ചെക്ക് ചെയ്ത് നോക്കൂ, അടിപൊളിയാണ്. ഇനി നമ്മളുടെ നെക്സ്റ്റ് വൺ വന്നിട്ട് ഒരു ഫ്ലോപ്പ് ആയിട്ടുള്ള സംഭവമാണ് കേട്ടോ. ഫസ്റ്റേ പറയാം, കുറച്ച് ഫ്ലോപ്പാണ്. റേറ്റ് വന്നിട്ട് 195 റുപ്പീസാണ്. ഈ ഒരു റേറ്റിന് ഒട്ടും വർത്ത് അല്ല. കാരണം എനിക്ക് ചെറുതായിട്ടൊരു പണി കിട്ടിയെന്ന് എനിക്ക് ഈ ബാഗ് വന്നപ്പം തോന്നി ഇത് ഞാൻ റിട്ടേൺ ചെയ്യും കേട്ടോ. കാരണം ഒരു എന്താ പറയുക, എനിക്കിത് ഞാൻ ഈ ബാഗിൽ അത്ര സാറ്റിസ്ഫൈഡ് അല്ല. ഒരു മെയിൻ കമ്പാർട്ട്മെൻറ്റാണ് വന്നിട്ടുള്ളത്, ഒറ്റ കമ്പാർട്ട്മെൻറ്റാണ്. അത് കുറച്ച് നീളത്തിൽ സ്പേഷ്യസ് ആണ്. സംഭവം നല്ല സ്പേഷ്യസ് ആണ്. നമുക്ക് ക്യാരി ചെയ്യാനൊക്കെ, ഒരുപാട് സാധനങ്ങൾ ക്യാരി ചെയ്യാനൊക്കെ അടിപൊളിയാണ്. പക്ഷെ ഒന്നുമില്ല, ഒറ്റ കമ്പാർട്ട്മെൻറ്റിൽ പ്ലെയിൻ ആയിട്ട്. അതുമല്ല ഈ ഒരു സിബ് എനിക്ക് കുറച്ചുകൂടി ഇങ്ങോട്ട് ഉള്ളിലേക്ക് ഇറങ്ങിയിട്ടാണെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടി ബെറ്റർ ആയിരുന്നു എന്ന് തോന്നി. ഇതിപ്പം നമ്മളെന്തോ ഒരു മാർക്കറ്റിലൊക്കെ പോകുമ്പോൾ യൂസ് ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു കുഞ്ഞ് സഞ്ചിക്കൊരു സിപ്പ് ക്ലോഷർ കൊടുത്താൽ എങ്ങനെ ഉണ്ടാവും, ആ ഒരു ഇതാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. സംഭവം നമുക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ ക്യാരി ചെയ്യാൻ സ്പേഷ്യസ് ആണ്. പക്ഷേ അങ്ങനെ ഒരു ഇതെനിക്ക് എന്താ പറയുക, ആ ഒരു സാറ്റിസ്ഫാക്ഷൻ കിട്ടിയിട്ടില്ല. പിന്നെ ബാക്കിൽ ഇങ്ങനെ ഒരു കുഞ്ഞ് പോക്കറ്റ് ഉണ്ട്. ഇതിനകത്ത് നമുക്ക് വേണമെങ്കിൽ ക്യാഷോ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളൊക്കെ ഇതിനകത്ത് ക്യാരി ചെയ്യാം, മീൻസ് ഇൻസേർട്ട് ചെയ്യാം. അത്രയേ ഉള്ളൂ പറയാൻ വേണ്ടിയിട്ട്. എനിക്ക് എന്താ പറയുക, ഇഷ്ടപ്പെട്ടിട്ടില്ല, അത്രയേ ഉള്ളൂ. പക്ഷേ നല്ല സ്പേഷ്യസ് ആണ് കേട്ടോ. അപ്പം നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെന്നുണ്ടെങ്കിൽ വാങ്ങിച്ചോളൂ. ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നില്ല. 195 റുപ്പീസിന് ഇത് വേർത്തല്ല. ഒരു 100 റുപ്പീസിൻ്റെ ഒരു സംഭവമൊക്കെ ഉള്ളൂ എന്ന് എനിക്ക് തോന്നുന്നു. അപ്പം മെറ്റീരിയൽ ഗുഡാണ്. അതായത് മെറ്റീരിയൽ വൈസ് എനിക്ക് തോന്നുന്നു അങ്ങനത്തെ പ്രശ്നമൊന്നുമില്ല. പക്ഷേ ഇതിൻ്റെ സ്റ്റിച്ചിങ്ങും കാര്യങ്ങളൊക്കെ ഒട്ടും ഫിനിഷിങ് ഇല്ലാതെ മീൻസ് ഒരു കടമ അങ്ങനെ ചെയ്തു വെച്ച പോലെ എനിക്ക് തോന്നുന്നു. വേണമെന്നുണ്ടെങ്കിൽ ചെക്ക് ചെയ്ത് നോക്കൂ. റെക്കമെൻഡ് ചെയ്യാൻ പറ്റാത്ത റേറ്റാണ്. അപ്പം ഇതാണ് നെക്സ്റ്റ് വൺ വന്നിട്ട്. സോ നമ്മുടെ ലാസ്റ്റ് വൺ വന്നിട്ട് ഈ ഒരു വലിയ ടോട്ട് ബാഗാണ്. നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള ആളൊരു വലിയ സൈസിൽ വന്നിട്ടുള്ള ഒരു ടോട്ട് ബാഗാണ്. കോളേജ് ഗോയിങ് സ്റ്റുഡൻസിന് പറ്റിയിട്ടുള്ള ഒരു ടോട്ട് ബാഗാണ് കേട്ടോ. ഓഫീസ് യൂസിനും പറ്റും. കോളേജ് ടോട്ട് ബാഗാണ് ഇത് വന്നിട്ട്. അപ്പം നല്ല സ്പേഷ്യസ് ആണ്. അത്യാവശ്യം നല്ല വലിപ്പവും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇങ്ങനൊരു ഹാൻഡിൽസാണ് വന്നിട്ടുള്ളത്. ഹാൻഡിൽസ് സ്ട്രോങ് ആണ്. ബാക്കിൽ ഇങ്ങനൊരു സിപ്പ് ക്ലോഷർ വന്നിട്ടുള്ള കുഞ്ഞു കമ്പാർട്ട്മെൻറ്റ് വരുന്നുണ്ട്. ഇതിനകത്ത് കുഞ്ഞല്ല, അത്യാവശ്യം വലുതാണ്. ഫോണ്, വാലറ്റ് കാര്യങ്ങളൊക്കെ നമുക്ക് ഇതിൽ പോവും. അത്രയും വലിപ്പം വരുന്നുണ്ട്. പിന്നെ വന്നിട്ട് മെയിൻ ഒറ്റ കമ്പാർട്ട്മെൻറ്റാണ് വന്നിട്ടുള്ളത്. സിംഗിൾ കമ്പാർട്ട്മെൻറ്റ് ബാഗാണ്. സിപ്പ് ക്ലോഷർ വരുന്ന നല്ല സ്മൂത്തായിട്ട് സിബൊക്കെ നമുക്ക് നല്ല സ്മൂത്താണ് കേട്ടോ. ക്വാളിറ്റിയുള്ള സിബ് കാര്യങ്ങളൊക്കെയാണ്. മെയിൻ കമ്പാർട്ട്മെൻറ്റ് നല്ല സ്പേഷ്യസ് ആയിട്ടാണ് വന്നിട്ടുള്ളത്. അതിനകത്ത് തന്നെ ഒരു കുഞ്ഞ് എന്താ പറയുക, സിബ് ലോക്കർ വരുന്ന ഒരു കുഞ്ഞ് സീക്രട്ട് കമ്പാർട്ട്മെൻറ്റും വരുന്നുണ്ട്. ഫോണൊക്കെ നമുക്ക് ഇട്ട് വയ്ക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു കുഞ്ഞ് ഇതും വരുന്നുണ്ട്. നല്ല സ്പേഷ്യസ് ആണ്. ഒരുപാട് സാധനങ്ങൾ, ലാപ്ടോപ്പൊക്കെ ക്യാരി ചെയ്ത് പോകാൻ വേണ്ടിയിട്ട് ഉള്ളവർക്കാണെങ്കിൽ അടിപൊളിയാണ്. നല്ല സ്പേഷ്യസ് ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പം ആളെ പറയുകയാണെങ്കിൽ ഫ്രണ്ടിൽ ജൂട്ട് മെറ്റീരിയലാണ് വന്നിട്ടുള്ളത്. നല്ലൊരു ക്ലാസ്സിൽ ലുക്ക് തരുന്നുണ്ട് കേട്ടോ. അപ്പം ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ വാങ്ങിച്ചോളൂ. 373 റുപ്പീസാണ് ഞാൻ വാങ്ങിക്കുമ്പോഴതിൻ്റെ റേറ്റ്. എനിക്ക് പേഴ്സണലി ഇത് ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. അപ്പം കാണുന്നവർക്ക് നിങ്ങൾക്ക് ഈ ഒരു ലുക്ക് വൈസ് ഇത് ഓക്കെയാണ്. അതായത് കുറച്ച് നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള ആളൊരു ബിഗ്ഗർ സൈസിലല്ലേ വന്നിട്ടുള്ളത്. അപ്പം നിങ്ങൾക്ക് ഓക്കെ ആവുകയാണെന്നുണ്ടെങ്കിൽ വാങ്ങിച്ചോളൂ. നല്ല ഐറ്റമാണ്. അപ്പം എൻ്റെ പേഴ്സണലി എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടിട്ടുള്ള ഒരു ബാഗാണ്. അപ്പോൾ വേണമെന്നുണ്ടെങ്കിൽ ചെക്ക് ചെയ്ത് നോക്കൂ. ലിങ്കും കാര്യങ്ങളൊക്കെ ഞാൻ താഴെ ആഡ് ചെയ്യാം. 373 റുപ്പീസാണ്. അപ്പോൾ ചെക്ക് ചെയ്ത് നോക്കിക്കോളൂ കേട്ടോ. അപ്പം ഇന്ന് ഞാൻ കൊണ്ടുവന്നിട്ടുള്ള ഈ ഒരു 4 ബാഗിൽ ഒന്ന് ഹട്ട് ഓഫ് ഫ്ലോപ്പ് ആയിരുന്നു. അപ്പം അത് ഒട്ടും റെക്കമെൻഡ് ചെയ്യാൻ നമുക്ക് പറ്റത്തില്ല. കാരണം ലോ ക്വാളിറ്റിയിലാണ് വന്നിട്ടുള്ള. ഒരു 100 റുപ്പീസ് വർത്ത് വരുന്ന ഒരു സംഭവം എനിക്കത് ഫീൽ ചെയ്തുള്ളൂ. അപ്പോൾ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ബാക്കി എല്ലാത്തിൻ്റെയും ലിങ്കും കാര്യങ്ങളും ഞാൻ ആഡ് ചെയ്തേക്കാം. ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ചെക്ക് ചെയ്ത് നോക്കിക്കോളൂ. അപ്പം നമുക്ക് ഇന്നത്തെ ഒരു വീഡിയോ ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യാം. ഇതേപോലുള്ള കൂടുതൽ വീഡിയോസൊക്കെ ആയിട്ട് നമുക്ക് കാണാം. കുളിച്ച് വന്നിരിക്കുകയാണ് കേട്ടോ. റൂമിൽ ഫാൻ ഇട്ടിട്ടുണ്ടെങ്കിൽ ഭയങ്കര നോയ്സ് ആയിരിക്കും. അതുകൊണ്ട് നന്നായിട്ട് വേർക്കുന്നുണ്ട്. വേഗം തന്നെ വൈൻഡ് അപ്പ് ചെയ്യാണ്. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് കാണാം. അതുവരെ ബൈ.